ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ സിദ്ധു ചന്ദ്രികയ്ക്ക് ആ ഒരു മുല്ലപ്പൂമാല തലയിൽ വെച്ച് കൊടുക്കുകയാണ്. ഇതൊക്കെ കണ്ടുകൊണ്ട് മഹേഷ് കുറച്ച് ദൂരത്തോട്ടായിട്ട് മാറി നിൽക്കുന്നുണ്ട്. അവരാണെങ്കിൽ മഹേഷിനെ കാണുന്നതുമില്ല. മഹേഷിനിങ്ങനെ പല്ല് കടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് ദേഷ്യം കൊണ്ട്. ചന്ദ്രികയ്ക്ക് മുല്ല വെച്ച് കൊടുത്തതിന് ശേഷം ചന്ദ്രിക നാണത്തോടെ തിരിഞ്ഞ് സിദ്ധുവിനെ നോക്കുവാണ്. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, സന്തോഷമായോ? അതൊക്കെ കേട്ടപ്പോൾ മഹേഷാണെങ്കിൽ കയ്യിലുണ്ടായിരുന്ന മാസ്ക് വെച്ചിട്ട് ആദ്യം മുഖം മറക്കുകയാണ്. പിന്നീട് ഹെൽമെറ്റും എടുത്ത് വെക്കുന്നുണ്ട്. മുല്ല വെച്ചതിന് ശേഷം കയ്യിലുണ്ടായിരുന്ന ആ കൂട മുല്ല കൂടി ചന്ദ്രികയെ ഏൽപ്പിച്ചിട്ട് രണ്ടുപേരും കാറിൽ കയറാൻ നോക്കുവാണ്. ആ സമയത്താണ് മഹേഷ് ഓടി വന്നിട്ട് സിദ്ധുവിൻ്റെ ഭാഗത്ത്, അവൻ ഡ്രൈവറുടെ ഭാഗത്തുള്ള ഡോറ് തുറക്കലും സിദ്ധുവിനെ വന്നിട്ട് മഹേഷ് പിടിക്കുകയാണ്. എന്നിട്ട് അവൻ വല്ലാതെ സിദ്ധുവിനെ ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നുള്ള അറ്റാക്ക് ആയത് കാരണം സിദ്ധുവിന് തിരിച്ചൊന്നും ചെയ്യാനും സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഏയ് ആരാ നീ എന്നൊക്കെ സിദ്ധുവിൻ ചോദിക്കുന്നുണ്ട്. ചന്ദ്രികയും സിദ്ധുവിൻ്റെ ബഹളം കേട്ടിട്ട് വേഗം അങ്ങോട്ടേക്ക് ഓടി വരികയാണ്. ചന്ദ്രികയും വല്ലാതെ ഭയന്നു പോയിട്ടുണ്ടായിരുന്നു. കാരണം അസമയമാണ്, അങ്ങനെ ഒരു സ്ഥലത്ത് ആരുമില്ല, വേറെ ആരുമില്ല, അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ആരെങ്കിലും മനഃപൂർവ്വം തട്ടിപ്പറിക്കാനോ അല്ലെങ്കിൽ കൊള്ള ചെയ്യാനോ അങ്ങനെയൊക്കെ വന്നതാണോ എന്ന് അറിയില്ലല്ലോ. അപ്പോൾ ചന്ദ്രിക അവനെ സഹായിക്കാൻ ശ്രമിക്കുകയാണ് സിദ്ധാർത്ഥിനെ. പക്ഷേ സിദ്ധു വിളിച്ചു പറയുന്നുണ്ട്, ചന്ദ്രിക നീ അകത്ത് പോയിരിക്കുക. എന്നിട്ട് സിദ്ധുവിനാണെങ്കിൽ മഹേഷ് വല്ലാതെ തല്ലുന്നുണ്ടായിരുന്നു. ചന്ദ്രിക മഹേഷിനെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുകയാണ് സിദ്ധാർത്ഥിന് തല്ലുകൊള്ളാതിരിക്കാൻ. സിദ്ധു ആണെങ്കിൽ ആ സമയത്ത് മഹേഷിൻ്റെ മുഖത്തുണ്ടായിരുന്ന ആ ഒരു ഹെൽമെറ്റ് മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ മഹേഷ് എന്തുകൊണ്ടും അത് മാറ്റാൻ അവനെ അനുവദിക്കുന്നില്ല. മാത്രമല്ല സിദ്ധാർത്ഥിനെ പൊതിരെ തല്ലിക്കൊണ്ടേയിരിക്കുകയാണ്. സിദ്ധുവും കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും തിരിച്ച് അങ്ങോട്ടേക്ക് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ രണ്ടുപേരും കട്ടക്കാണ് നിൽക്കുന്നത്. അങ്ങനെ റോട്ടിൽ വീണ സമയത്ത് സിദ്ധാർത്ഥിൻ്റെ മേലെ കയറിയിരുന്നിട്ട് മഹേഷ് അവനെ ഒരുപാട് തല്ലി. അതിനുശേഷം പോക്കറ്റിലുണ്ടായിരുന്ന കത്തി എടുക്കുകയാണ്. സിദ്ധാർത്ഥിനെ കുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോഴൊക്കെ സിദ്ധാർത്ഥ് മാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ചന്ദ്രികയെ ആ സമയത്ത് മഹേഷിനെ പിടിച്ച് എഴുന്നേൽപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ ബലിഷ്ഠമായ കൈകൾക്ക് മുന്നിൽ അവൾക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ അതുമാത്രമല്ല, മഹേഷാണെങ്കിൽ കത്തിയെടുത്ത് കുത്താൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് സിദ്ധുവിൻ്റെ നെഞ്ചിന് നേരെ കത്തി കുത്തുകയാണ്. ആ സമയത്ത് അവനിങ്ങനെ കൈ മുറുക്കെ പിടിക്കുന്നുണ്ട് കുത്തു കൊള്ളാതിരിക്കാൻ വേണ്ടി. ചന്ദ്രികയും മഹേഷിനെ പിടിച്ചു മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ചന്ദ്രികയാണെങ്കിൽ അടുത്ത് നിൽക്കുന്നത് കൊണ്ട് സിദ്ധുവിന് പേടിയാവുന്നുണ്ട്. അവനിനി കത്തി കൊണ്ട് ചന്ദ്രിക എന്തെങ്കിലും ചെയ്യുമോ എന്ന് വിചാരിച്ചിട്ട് ചന്ദ്രിക അവനെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ മാക്സിമം ശ്രമിക്കുകയാണ്. വിടടാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സിദ്ധു ആണെങ്കിൽ അവന് ഒരു തല്ല് കൊടുത്തതിന് ശേഷം കത്തിയൊക്കെ മാറ്റിയിട്ട് ചാടി എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് വീണ്ടും ഒരു ചവിട്ട് കൊടുത്തപ്പോഴേക്കും മഹേഷ് വേഗം ഓടി രക്ഷപ്പെടുന്നുണ്ട്. അവൻ്റെ ഹെൽമെറ്റ് അഴിക്കുന്നതിന് മുന്നേ അവൻ രക്ഷപ്പെടുകയാണ്. ചന്ദ്രിക വന്ന് വണ്ടി കയറ്. സാറിനൊന്നും പറ്റിയിട്ടില്ലല്ലോ? അയ്യോ, എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഇനി ഇവിടെ നിൽക്കുന്നത് അപകടമാണ്. നീ വന്ന് വണ്ടിയിൽ കയറ്. സിദ്ധു ഇങ്ങനെ കിതച്ചുകൊണ്ട് പറയുകയാണ്. ചന്ദ്രികയാണെങ്കിൽ അയാൾ പോയ ഭാഗത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് പതറിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, സാർ ആരാണ് സാർ അത്? അയാൾ എന്തിനാ സാറിനെ അടിക്കുന്നത്? അറിയില്ല ചന്ദ്രിക, അവൻ ഹെൽമെറ്റിനുള്ളിൽ മാസ്ക് വരെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഇരുട് കാരണവും എനിക്ക് അവൻ ആരാണെന്ന് പോലും മനസ്സിലായില്ല. ഞാൻ ചാടി എഴുന്നേറ്റത് തന്നെ അവൻ ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ അവൻ ആരാണെന്ന് കണ്ടെത്തുന്നതിന് മുന്നേ അവൻ വേഗം തന്നെ ഓടി രക്ഷപ്പെട്ടു. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല സാർ, എന്തെങ്കിലും ആപത്താണ്. അയാൾ തിരിച്ചു വരുമോ എന്നറിയില്ല. നമുക്ക് പോവാം. സാർ വണ്ടിയിൽ കയറ്. വേദനിക്കുന്നുണ്ടോ സാർ? ഏയ് അതൊന്നും ഇല്ല ചന്ദ്രിക, നീ വന്ന് വണ്ടിയിൽ കയറ്. എന്നിട്ട് അവർ വേഗം തന്നെ വണ്ടിയെടുത്ത് വീട്ടിലേക്ക് വരികയാണ്. ആ സമയത്ത് മഹേന്ദ്രനും ജാനകിയും മുത്തശ്ശനും ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. മുത്തശ്ശൻ ജാനകിയോട് ചോദിക്കുന്നുണ്ട്, സിദ്ധുവും ചന്ദ്രിക എവിടെ പോയി? അവർ മലറിന് ടോയ്സ് വാങ്ങിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോഴേക്കും ചന്ദ്രികയും സിദ്ധുവും വരുന്നുണ്ടായിരുന്നു. ഇവർക്ക് 100 ആയുസാണ്. ഇതാ രണ്ടുപേരും വന്നിരിക്കുകയാണ്. ജാനകി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അപ്പോൾ കൈ നിറയെ ടോയ്സൊക്കെ ആയിട്ടാണ് സിദ്ധുവും ചന്ദ്രികയും കയറി വരുന്നത്. മലരെവിടെ? സിദ്ധു വന്നപ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട്. മലറിന് ഇപ്പോൾ ഉറക്കം വരുന്നു എന്ന് പറഞ്ഞിട്ട് ഏട്ടത്തി അവളെ ഉറക്കാൻ വേണ്ടി കൊണ്ടുപോയിരിക്കുകയാണ്. കാരണം ലക്ഷ്മി അവിടെ ഉണ്ടായിരുന്നില്ല. ശരി, അവൾ പറഞ്ഞ ടോയ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടാൽ അവൾക്ക് ഒത്തിരി സന്തോഷമാവുമല്ലോ, അതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പോൾ മഹേന്ദ്രൻ പറയുന്നുണ്ട്, ഇപ്പോൾ അവൾ ഉറങ്ങിയിട്ടുണ്ടാവും, നാളെ രാവിലെ കൊടുത്താൽ മതി. ടൈം നോക്കിക്കൊണ്ട് സിദ്ധുവും പറയുന്നുണ്ട്, ശരി അങ്കിൾ. അപ്പോൾ ചന്ദ്രികയാണ് തുടങ്ങി വെക്കുന്നത്. അച്ഛാ, ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്താ മോളെ? അപ്പോൾ സിദ്ധു അവളെ വിലക്കുകയാണ്. ഏയ് ചന്ദ്രിക, പറയണ്ട. പിന്നെ ഇത്രയും പ്രധാനപ്പെട്ടൊരു കാര്യം നടന്നിട്ട് വീട്ടിലുള്ളവരോട് പറയണ്ടെന്ന് പറഞ്ഞാലോ? ചന്ദ്രികയും ശബ്ദം താഴ്ത്തിക്കൊണ്ട് സിദ്ധുവിനോട് പറയുകയാണ്. എങ്ങനെയാണ് സാർ വീട്ടിലുള്ളവരോട് പറയാതിരിക്കുക? അപ്പോൾ വീട്ടിലുള്ള മറ്റുള്ളവർക്കൊക്കെ ടെൻഷൻ ആവുന്നുണ്ട്, എന്താ കാര്യം എന്ന് വിചാരിച്ചിട്ട്. ജാനകിയൊക്കെ ഇങ്ങനെ ആകാംക്ഷയോടെ നിൽക്കുകയാണ്. ചന്ദ്രിക, പറയണ്ട. വേണ്ട, പറയാം സാർ. ചന്ദ്രിക, ഇവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ടെൻഷനാവും. നീ ഇപ്പോൾ പറയാൻ നിൽക്കേണ്ട. അപ്പോൾ മഹേന്ദ്ര ശബ്ദം ഉയർത്തി പറയാണ്, സിദ്ധു, എന്ത് കാര്യമാണ് അവളുടെ അടുത്ത് പറയണ്ട എന്ന് പറയുന്നത്? നീ പറ ചന്ദ്രിക. അച്ഛാ, അതെന്താണെന്ന് വെച്ചാൽ സിദ്ധു സാറും ഞാനും ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ സിദ്ധു സാറിനെ ആക്രമിക്കാൻ വന്നു.
ജാനകി ഉൾപ്പെടെ 3 പേരും ശരിക്കും ഞെട്ടിയിട്ടുണ്ടായിരുന്നു. ജാനകിക്കാണെങ്കിൽ സിദ്ധുവിനെ കുറിച്ച് ആലോചിച്ച് വല്ലാത്ത ആവലാതി കയറുകയാണ്. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, അയാളുടെ സിദ്ധുവിനെ ഒരുപാട് ആക്രമിച്ചതിന് ശേഷം അയാളുടെ കയ്യിലുണ്ടായിരുന്ന കത്തിയെടുത്തിട്ട് സിദ്ധുവിനെ കുത്താനും ശ്രമിച്ചു. അതുകൂടി കേട്ടതോടെ ജാനകിക്ക് പെട്ടെന്ന് തന്നെ ഷോക്കാവുകയാണ്. എന്താ മോളെ നീ പറഞ്ഞത്? അവനെ എങ്ങനെയൊക്കെയാണ് തടഞ്ഞു നിർത്തിയത്? ഇല്ലെങ്കിൽ ഒരുപക്ഷെ എന്താ ചെയ്യാന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. എന്താ ചന്ദ്രിക നീ പറയുന്നത്? നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾക്കൊന്നും സംഭവിച്ച പോലെ തോന്നുന്നില്ലല്ലോ. സിദ്ധുവിനെയും ചന്ദ്രികയും നോക്കിക്കൊണ്ട് പറയാണ്. അപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, അമ്മ ഒന്നുമില്ല അമ്മ, വെറുതെ ടെൻഷൻ ആവല്ലേ. മുത്തശ്ശനും ആകെ നെഞ്ചുവേദനിക്കുന്ന പോലെ തോന്നുവാണ്. സിദ്ധു എന്തൊക്കെയാ ഈ പറയുന്നത്? മഹേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, സിദ്ധു നിന്നെ കത്തിയെടുത്ത് കുത്താൻ മാത്രം ആർക്കാണ് നിന്നോട് ഇത്ര വലിയ ശത്രുതയുള്ളത്? അതാ അങ്കിൾ എനിക്കും മനസ്സിലാവാത്തത്. സിദ്ധു, നിന്നെ കത്തിയെടുത്ത് കുത്താൻ വന്ന ആളെ കണ്ടു കഴിഞ്ഞാൽ നിനക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? അങ്ങനെ ചോദിച്ചാൽ എനിക്കങ്ങനെ പ്രത്യേകിച്ച് മനസ്സിലായിട്ടൊന്നുമില്ല. പിന്നെ അവൻ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, അതിനുള്ളിൽ മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല അവിടെ ഇരുട്ടായത് കാരണം എനിക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലായതുമില്ല. എന്തോ എനിക്കറിയാവുന്ന ആരുമായിട്ട് എനിക്ക് ഒരു സാമ്യവും തോന്നിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അയാളെക്കുറിച്ച് വലിയ ധാരണയൊന്നും തോന്നുന്നില്ല. അപ്പോൾ ജാനകി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, എനിക്കെന്തോ മഹേഷ് ആയിരിക്കും ചെയ്തത് എന്നാണ് തോന്നുന്നത്. സിദ്ധുവും ചന്ദ്രികയും കല്യാണം കഴിക്കുന്നത് അവൻ ഇഷ്ടമല്ലല്ലോ. ഇതിനു മുമ്പും അവൻ സിദ്ധുവിനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളതല്ലേ. ജാനകി കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ചന്ദ്രിക അവന് വീണ്ടും കിട്ടാൻ വേണ്ടിയാണ് അവൻ ഇങ്ങനെയൊക്കെ ശ്രമിക്കുന്നത്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, മഹേഷ് ആണെങ്കിൽ ചന്ദ്രികയ്ക്ക് മനസ്സിലാവേണ്ടതല്ലേ. അപ്പോൾ ചന്ദ്രികയും പറയുന്നുണ്ട്, എനിക്കും മഹേഷാണോ എന്ന് സംശയമുണ്ട് മുത്തശ്ശ. അവൻ്റെ ഹൈറ്റും വെയ്റ്റും അവനെക്കുറിച്ചുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ മഹേഷിനെ പോലെയാണ് തോന്നുന്നത്. സിദ്ധു നിനക്കെന്താ തോന്നുന്നത്? മഹേഷാണോ എന്ന് എനിക്കങ്ങനെ കൺഫേം ആയിട്ട് പറയാൻ സാധിക്കുന്നില്ല. എനിക്കെന്തോ അവനാണെന്ന് തോന്നുന്നുണ്ട്. സിദ്ധുവും സംശയിച്ച് പറയുവാണ്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, ഏട്ടാ ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്, മഹേഷ് തന്നെയാണത്. അവനാണ് കത്തിയെടുത്തിട്ട് സിദ്ധുവിനെ കുത്താൻ വന്നിട്ടുണ്ടാവുക. ജാനകി ആകെ പതറിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. കരഞ്ഞ് അവരൊരു പരിവായിട്ടുണ്ടായിരുന്നു സിദ്ധുവിനെ കത്തിയോട് കുത്താൻ വന്നു എന്നൊക്കെ കേട്ടപ്പോഴേക്കും. അപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, അമ്മ എന്താ അമ്മ? ഏട്ടാ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനായിട്ടുള്ള കമ്മീഷണറെ വിളിച്ചിട്ട് ഒന്ന് പറയണേ ഏട്ടാ. അവൻ സിദ്ധുവിനെ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവനെ പിടിച്ച് ജയിലിലടക്കാൻ പറയേട്ടാ. ജാനകിയുടെ വെപ്രാളം കണ്ടിട്ട് മഹേന്ദ്രൻ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ മുത്തശ്ശനും പറയുന്നുണ്ട്, മഹേന്ദ്ര ജാനകി പറഞ്ഞത് ശരി തന്നെയാണ്. മഹേഷിനെ പോലെ അപകടകാരികളായിട്ടുള്ള ആളുകളെ ഇങ്ങനെ പുറത്ത് ചുറ്റിയടിക്കാൻ വിടുന്നത് അത്ര നല്ലതല്ല. അതെ, അച്ഛനും പറയുന്നത് കേട്ടില്ലേ? നീ AC സംസാരിച്ചിട്ട് ഈ അടുത്ത കാലത്തൊന്നും അവൻ പുറത്തേക്ക് ജാമ്യത്തിൽ പോലും വരാത്ത വിധത്തിൽ അവനെ ജയിലിലടക്കാൻ പറ. അച്ഛൻ കൂടെ പറഞ്ഞതോടെ മഹേന്ദ്രൻ പറയുന്നുണ്ട്, ശരിയച്ഛാ, ഞാൻ നാളെ തന്നെ AC വീട്ടിലേക്ക് വരാൻ പറയാം. അവരുടെ സംസാരം നീണ്ടപ്പോഴേക്കും സിദ്ധു പറയുന്നുണ്ട്, ഞാൻ റൂമിൽ പോയിട്ട് ഫ്രഷ് ആയിട്ട് വരാം, നിങ്ങൾ ഭക്ഷണം കഴിക്ക്. ശരി, നിനക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ? മഹേന്ദ്രൻ വീണ്ടും ചോദിക്കുകയാണ്. ഇല്ല അങ്കിൾ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് സിദ്ധു പോവുകയാണ്. അപ്പോൾ ചന്ദ്രികയും പറയുന്നുണ്ട്, ഞാനും പോയിട്ട് ഫ്രഷ് ആയിട്ട് വരാം. അവർ രണ്ടുപേരും പോയപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിദ്ധുവും ചന്ദ്രികയും ഒന്നിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന രണ്ട് പേരാണുള്ളത്. ഒന്ന് മഹേഷും ഒന്ന് മേഘയും. എന്തായാലും മേഘ ആയിരിക്കില്ല ഈ സമയത്ത് സിദ്ധുവിനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ പിന്നെ മഹേഷ് തന്നെ ആവും. മുറിയിലെത്തി ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് അഴിച്ചതാണ് സിദ്ധാർത്ഥ്. ഷർട്ട് അഴിച്ച സമയത്താണ് അവൻ നെഞ്ചിൻ്റെ മുകളിലായിട്ടൊരു കുത്ത് കാണുന്നത്. അപ്പോൾ അവനത് തൊട്ടിട്ട് അവന് വേദനിക്കുന്നുണ്ടായിരുന്നു. ഇത് എപ്പോൾ സംഭവിച്ച മുറിവായിരിക്കും? അവനിങ്ങനെ സ്വയം സംശയിക്കുകയാണ്. അപ്പോഴാണ് അവന് ഓർമ്മ വന്നത്, മഹേഷുമായിട്ട് ഫൈറ്റ് നടത്തുന്ന സമയത്ത് അവൻ്റെ കയ്യിൽ നിന്നും കത്തി നെഞ്ചിലേക്ക് തട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ബലമായിട്ട് സിദ്ധാർത്ഥ് പിടിച്ചു വെച്ചതാണ്. പക്ഷേ ആ ഒരു കുത്താൻ വേണ്ടി ശ്രമിച്ച ആ ഒരു കുത്തൽ നെഞ്ചിനോട് തന്നെ ചേർന്നായതുകൊണ്ട് കത്തി ആ ഒരു നെഞ്ചിൻ്റെ ഭാഗത്ത് തട്ടി നിൽക്കുന്നതാണ്. അത് കാരണമാണ് അവിടെ മുറിവുണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിങ്ങനെ സിദ്ധുവിൻ്റെ ഓർമ്മയിലേക്ക് വരികയാണ്. ചന്ദ്രിക വന്ന് ഫുഡ് കഴിക്കാൻ വിളിക്കുന്ന സമയത്ത് സിദ്ധാർത്ഥ് വേഗം തന്നെ ഷർട്ട് വീണ്ടും ഇടുകയാണ്, അവളത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചന്ദ്രിക ചോദിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. അപ്പോൾ ശരി ഞാൻ വരാം, നീ പോയിക്കോ, ഞാൻ ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ ചന്ദ്രിക ചോദിക്കുന്നുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ സാറിന്? എവിടെയും വേദനിക്കുന്നൊന്നുമില്ലല്ലോ? ഇല്ല ചന്ദ്രിക. സിദ്ധു വേഗം തന്നെ മറ്റൊരു വനിയനെടുത്തിട്ട് ഇടുകയാണ്. എന്നിട്ട് താഴെ ഫുഡ് കഴിക്കാൻ വന്ന സമയത്ത് ചന്ദ്രിക വീണ്ടും ചോദിക്കുന്നുണ്ട്, സാറിന് മുറിവൊന്നും പറ്റിയിട്ടില്ലല്ലോ എന്ന്. ഇല്ല, ചെറിയ മുറിവുകളേ ഉള്ളൂ, അതൊന്നും വലിയ കുഴപ്പമില്ല. സിദ്ധു അതിനെ നിസ്സാരവൽക്കരിക്കുകയാണ്. അപ്പോൾ ചന്ദ്രികയോട് ഫുഡായോ എന്ന് ചോദിക്കുന്ന സമയത്ത് സാർ ഇരിക്കാൻ വേണ്ടി പറയുകയാണ്, ഞാൻ വിളമ്പിത്തരാമെന്ന്. എന്നിട്ട് ഭക്ഷണം വിളമ്പി കൊടുത്തപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട് സാറ് കഴിക്കാൻ. സിദ്ധു ചന്ദ്രികയോട് കൂടെ ഇരിക്കാൻ പറയുമ്പോൾ ചന്ദ്രിക പറയാണ്, സാറ് കഴിച്ചതിന് ശേഷം ഞാൻ കഴിച്ചോളാം എന്ന്. അപ്പോൾ സിദ്ധു പറയാണ്,
എത്ര നാളാണ് നിങ്ങൾ സ്ത്രീകൾ തന്നെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് പാചകം ചെയ്തിട്ട് കഴിക്കുക? ഇന്ന് ഒരു വെറൈറ്റി ആവട്ടെ, ഇന്ന് ഞാൻ ഭക്ഷണം ഉണ്ടാക്കി തരാം, ചന്ദ്രിക കഴിച്ചാൽ മതി. എന്നിട്ട് സിദ്ധു എഴുന്നേറ്റിട്ട് അടുക്കളയിൽ പോകാൻ ശ്രമിക്കുകയാണ്. ചന്ദ്രിക തടയുന്നുണ്ടായിരുന്നു. ചന്ദ്രികയെ പിടിച്ചിരുത്തിയിട്ട് സിദ്ധു അടുക്കളയിൽ പോയിട്ട് ദോശ ചുടുവാണ്. അവളാണെങ്കിൽ കൗതുകത്തോടു കൂടി അത് നോക്കി നിൽക്കുന്നുണ്ട്. ചൂട് ദോശ ആയപ്പോഴേക്കും ചന്ദ്രികയുടെ പ്ലേറ്റിൽ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. എന്നിട്ട് ചട്നി അവിടെ ഉണ്ട്, അത് എടുക്കാൻ വേണ്ടി പറയാണ്. അപ്പോൾ ചന്ദ്രിക എടുക്കാൻ നോക്കിയപ്പോഴേക്കും സിദ്ധു തന്നെ അത് എടുത്തു കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഞാനിവിടെ ഉള്ളപ്പോൾ നീ എന്തിനാ ചെയ്യുന്നത്, ഞാൻ തന്നെ ചെയ്തു തരാം. എന്നിട്ട് സിദ്ധു തന്നെ അവൾക്ക് ചട്നിയൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് കഴിക്ക്. അപ്പോൾ ചന്ദ്രിക അത് എടുത്ത് കഴിക്കുകയാണ്. ചന്ദ്രിക എങ്ങനെയുണ്ട്? അവളത് കഴിച്ചതിന് ശേഷം പറയുന്നുണ്ട്, സാർ സൂപ്പറായിട്ടുണ്ട്. റിയലി? നമ്മൾ ഈ ബിസിനസ്സൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു ഹോട്ടൽ ആരംഭിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് സൂപ്പറായിരിക്കും എന്നാണ്. ചന്ദ്രിക പറഞ്ഞത് കേട്ടപ്പോൾ സിദ്ധുവിന് മനസ്സിലാവുന്നുണ്ട് അവൾ ചെറുതായിട്ടൊന്ന് കളിയാക്കിയതാണെന്ന്. സിദ്ധു ചിരിച്ചുകൊണ്ട് പറയാണ്, ഓഹോ അങ്ങനെയാണോ? അപ്പോൾ എന്നെ വെച്ചിട്ട് നീ ഹോട്ടൽ തുടങ്ങാനൊക്കെ പരിപാടിയുണ്ട് അല്ലേ? ചന്ദ്രിക, നീ എന്ത് കാര്യം പറഞ്ഞാലും ഞാൻ നിനക്ക് വേണ്ടി അത് ചെയ്യും, അതും ബെസ്റ്റായിട്ട് തന്നെ ചെയ്യും. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, സാറിൻ്റെ ഈ നല്ല മനസ്സ് കാരണമാണ് സാർ എല്ലാത്തിലും വിജയിക്കുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചാൽ നിങ്ങൾ ദേഷ്യപ്പെടുമോ? ഇല്ല, നീ ചോദിക്ക് ചന്ദ്രിക. അപ്പോൾ അവൾ നാണത്തോടെ ചോദിക്കുകയാണ്, കല്യാണത്തിന് ശേഷം സാർ എനിക്കിതുപോലെയൊക്കെ ഭക്ഷണം പാചകം ചെയ്തു തരുമോ? അപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, അതെന്താ ചന്ദ്രിക നീ മടിച്ച് ചോദിക്കുന്നത്? എല്ലാ അവകാശത്തോടും കൂടി ചോദിക്കേണ്ട ചോദ്യമല്ലേ അത്? നിനക്ക് വേണ്ടി ജോലി ചെയ്യാൻ ഞാൻ കാത്തിരിക്കുകയല്ലേ ചന്ദ്രിക? അപ്പോൾ ചന്ദ്രിക ചിരിച്ചുകൊണ്ട് സീരിയസ് ആയിട്ട് പറയാണ്, സർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിന് പാചകം അറിയാവുന്ന ഒരു ഭർത്താവിനെ കിട്ടുന്ന പെൺകുട്ടി ഏറ്റവും ഭാഗ്യം ചെയ്ത പെൺകുട്ടിയാണ്. ആ ഒരു കാര്യം നോക്കുവാണെങ്കിൽ ഞാൻ ഭാഗ്യം ചെയ്ത കുട്ടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചന്ദ്രിക പറഞ്ഞപ്പോൾ സിദ്ധു തമാശയായിട്ട് പറയാണ്, അതൊക്കെ വിട്ടേക്ക് ചന്ദ്രിക, നിനക്കിനി എന്താ വേണ്ടത്? ചന്ദ്രിക, ഞാൻ നിനക്ക് അടുത്തതായിട്ട് ഒരു ഓംലേറ്റ് എടുത്തിട്ട് വരാം. എടുത്തിട്ട് വാ സാർ. ശരി എങ്കിൽ നീ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് സിദ്ധു അടുക്കളയിൽ പോയിട്ട് അടുത്തതായിട്ട് ഓംലേറ്റാണ് ഉണ്ടാക്കുന്നത്. അവൻ്റെ ആ ഒരു കെയറിങ്ങും ആ ഒരു കാര്യങ്ങളൊക്കെ ചന്ദ്രിക എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓംലേറ്റ് ഉണ്ടാക്കി ചന്ദ്രിക കൊണ്ടുകൊടുത്തിട്ട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ടെന്ന് പറ കഴിച്ചിട്ട്. സൂപ്പറായിട്ടുണ്ട്. സത്യമായിട്ടും? ആ ചന്ദ്രിക, നിനക്ക് ഞാനൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കിത്തരാം. എന്തിനാ സാർ? ചന്ദ്രിക ചോദിക്കുന്നുണ്ട്. എന്താണ് സാർ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന സ്പെഷ്യൽ? കലക്കിയാണ് ചന്ദ്രിക. കലക്കിയോ? അങ്ങനെ വെച്ചെന്താ? അയ്യോ നിനക്കത് അറിയില്ലേ? ഒരു നിമിഷം ഇവിടെ വെയിറ്റ് ചെയ്, ഞാൻ ഇപ്പം തന്നെ അത് ഉണ്ടാക്കി കൊണ്ടുവരാം എന്ന് പറഞ്ഞ് അടുക്കളയിൽ പോയി മുട്ടയൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടൊരു പലഹാരം ഉണ്ടാക്കുകയാണ്. ചിക്കിയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. അപ്പോൾ ചന്ദ്രിക ചോദിക്കുന്നുണ്ട്, ആഹാ ഇതാണോ കലക്കി? ആ ഇതെങ്ങനെയാണ് സാർ കഴിക്കുക? അത് ആദ്യം എടുത്തിട്ട് ഇങ്ങനെയൊക്കെ കഴിക്കേണ്ട രീതിയൊക്കെ അവൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷേ ചന്ദ്രിക അത് വ്യക്തമാവുന്നില്ല. ചന്ദ്രിക പറയുന്നുണ്ട്, അയ്യോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സാർ. ശരി ഇത് കഴിക്കാനുള്ള വിധം നിനക്ക് അറിയില്ലല്ലോ, ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് സിദ്ധു തന്നെ അത് മുറിച്ചെടുത്തിട്ട് ഒരു രീതിയിൽ അതിൽ വെക്കുകയാണ്. എന്നിട്ട് ചന്ദ്രികയോട് വായ തുറന്ന് കൊടുക്കാൻ പറയുന്നുണ്ട്, അവൾക്ക് വാരി കൊടുക്കാൻ വേണ്ടിയിട്ട്. ചന്ദ്രിക വായ തുറന്നപ്പോൾ അവൻ അത് അവൾക്ക് വെച്ചു കൊടുക്കുകയാണ്. 2-3 വായ കൊടുത്തതിന് ശേഷം ചന്ദ്രികയോട് ചോദിക്കുന്നുണ്ട്, ഇനി പറ കലക്കി എങ്ങനെയുണ്ട്? സത്യമായിട്ട് സൂപ്പറായിട്ടുണ്ട് സാർ. ചന്ദ്രിക അത് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടായിരുന്നു. എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ സാറ് പഠിച്ചു വെച്ചിട്ടുണ്ട് ചന്ദ്രിക. ഇനിയും ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം. കല്യാണത്തിന് ശേഷം ഓരോന്നോരോന്നായിട്ട് നീ കണ്ടോ? ശരി സാർ. അയ്യോ പറഞ്ഞു ഞാൻ ഒരുപാട് ഭക്ഷണം കഴിച്ചു, സാറ് കഴിച്ചില്ലല്ലോ, വാ സാർ ഇവിടെ ഇരിക്ക് എന്ന് പറഞ്ഞിട്ട് ചന്ദ്രിക അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. പിന്നെ സിദ്ധുവിനെ അവിടെ ഇരുത്തിയിട്ട് സിദ്ധുവിനുള്ള ഭക്ഷണമൊക്കെ ചന്ദ്രിക തന്നെ വിളമ്പി കൊടുക്കുകയാണ്. ഒരുപാടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് സിദ്ധു പറയുന്നുണ്ട്, നമുക്ക് 2 പേർക്ക് ഇതിൽ നിന്ന് തന്നെ കഴിക്കാം എന്ന് പറഞ്ഞ് ചന്ദ്രിക അവൻ വാരി കൊടുക്കുകയാണ്. ശരി അടുത്തതായിട്ട് ഒരു വായി ഞാൻ സാറിന് തരാം എന്ന് പറഞ്ഞിട്ട് അവൾ എടുത്തിട്ട് അവൻ്റെ വായിലേക്ക് വെച്ചു കൊടുക്കാൻ പോകുമ്പോഴാണ് മഹേന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നത്. പെട്ടെന്ന് മഹേന്ദ്രനെ കണ്ടതും ചന്ദ്രിക ചമ്മി സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. സിദ്ധുവിനും ചെറിയൊരു ചമ്മലുണ്ടായിരുന്നു. അങ്കിൾ എന്താന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് മഹേന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ വെള്ളം എടുക്കാൻ വേണ്ടി വന്നതായിരുന്നു എന്ന്. അപ്പോൾ 2 പേരും പറയാണ്, ഞാൻ എടുത്തു തരാം. മഹേന്ദ്രൻ പറയുന്നുണ്ട്, വേണ്ട ഞാൻ എടുത്തോളാം. വേഗം തന്നെ വെള്ളം എടുത്ത് കുടിച്ചിട്ട് മഹേന്ദ്രനും ആകെ പരിഭ്രമിച്ചൊരു ചമ്മലോടെയാണ് നിൽക്കുന്നത്. സിദ്ധു സോറി ഞാൻ പോവാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ പോവുകയാണ്. അങ്കിൾ കുഴപ്പമില്ല എന്നൊക്കെ സിദ്ധുവും പറയുന്നുണ്ട്. അപ്പോൾ അയാൾ പോയപ്പോൾ ചന്ദ്രിക സിദ്ധുവിനോട് ചോദിക്കുകയാണ്, അച്ഛൻ എന്തിനായിരിക്കും സാറിനോട് ഇപ്പോൾ സോറി പറഞ്ഞത്? അയ്യോ എൻ്റെ ചന്ദ്രിക, നിനക്കത് മനസ്സിലായില്ലേ? അപ്പോൾ ചന്ദ്രികയോട് ചെവിയിലായിട്ട് അവൻ പറഞ്ഞു കൊടുക്കുകയാണ്, നമ്മൾ 2 പേരും പരസ്പരം വാരിക്കൊടുക്കുന്നത് അങ്കിള് കണ്ടു, അതിനാണ് അങ്കിള് സോറി പറഞ്ഞിട്ട് പോയത്. ചന്ദ്രിക ചമ്മി നിൽക്കുകയാണ് അത് കേട്ടിട്ട്. അയ്യോ അപ്പം അച്ഛനൊക്കെ കണ്ടിട്ടുണ്ടാവോ? അതിനെന്താ, നമ്മളെന്താ തെറ്റ് ചെയ്തോ? എന്തിനാ ഇത്ര അധികം ഫീൽ ചെയ്യുന്നത്? എന്നാ കഴിക്ക് എന്ന് പറഞ്ഞിട്ട് സിദ്ധു അവൾക്ക് വീണ്ടും വെച്ച് നീട്ടിയപ്പോൾ അവൾ പറയുന്നുണ്ട്, എനിക്ക് വേണ്ട, സാറ് തന്നെ കഴിച്ചോ.
ഞാനല്ലേ ചന്ദ്രിക തരുന്നത്. സാർ നിങ്ങൾ കഴിച്ചോ സാർ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രിക ആകെ ഒരു വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്, അച്ഛൻ കണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട്. പിറ്റേന്ന് സിദ്ധുവും ചന്ദ്രികയും കൂടി കമ്പനിയിൽ പോയിരിക്കുകയാണ്. ആ സമയത്ത് അവിടുത്തെ ഒരു സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് 3 പേര് വന്നിട്ടുണ്ട്. 3 പേരോ? അവരോട് വരാൻ പറയൂ എന്ന് പറഞ്ഞപ്പോൾ 3 പേര് അകത്തേക്ക് വരികയാണ്. പരസ്പരം നമസ്കാരമൊക്കെ പറഞ്ഞതിന് ശേഷം സുഖാന്വേഷണങ്ങൾ നടത്തുകയാണ് അവർ രണ്ടുപേരും. വർക്കൊക്കെ എങ്ങനെയുണ്ട് ചോദിച്ചപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, നന്നായിട്ട് പോകുന്നുണ്ട് സാർ. അടുത്ത ഒരു ഗവൺമെൻറ് ഓർഡർ കിട്ടിയിട്ടുണ്ട്, അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചന്ദ്രികയ്ക്ക് വീടെടുക്കുന്ന സമയത്ത് അവളെ വിശ്വസിച്ചിട്ട് പൈസ കൊടുത്ത ഒരു ടീമായിരുന്നു അത്. അവർ ചന്ദ്രികയോട് കാര്യം എങ്ങനെ അവതരിപ്പിക്കുമെന്ന് അറിയാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക തന്നെ അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്, എന്താ സാർ പെട്ടെന്ന് ഞങ്ങളെ കാണാൻ വേണ്ടി വന്നത്? എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യമാണോ സാർ? അതെ ചന്ദ്രിക, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾ നിങ്ങളുടെ വീട് ലേലത്തിലെടുക്കണം എന്ന് പറഞ്ഞ സമയത്ത് ഞങ്ങൾ നിങ്ങളെ വിശ്വസിച്ചിട്ട് ഒരു വലിയൊരു എമൗണ്ട് 1.5 കോടിയോളം രൂപ നിങ്ങളെ ഏൽപ്പിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോൾ ഞങ്ങളുടെ ബിസിനസ് ചെറിയൊരു ലോസിലായിരിക്കുകയാണ്. ചോദിക്കുന്നത് തെറ്റാണെന്നറിയാം, കാരണം അവധി പറഞ്ഞിട്ട് 1 വർഷത്തെ അവധി പറഞ്ഞിട്ടായിരുന്നു നിങ്ങൾ ഞങ്ങളുടെ കയ്യിൽ നിന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാലും ഇപ്പോൾ ഇതല്ലാതെ വേറെ നിർവാഹമില്ല. ഞങ്ങൾ തന്ന പണം ഞങ്ങൾക്ക് തിരിച്ചു തരേണ്ടതാണ് എന്നവർ പറഞ്ഞു കേട്ടതും ചന്ദ്രിക ശരിക്കും ഞെട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ സിദ്ധുവും. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.